മുഖ്യമന്ത്രി പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് മാറുന്നു എന്നതാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടായില്ല, അല്ലെങ്കിൽ കോൺഗ്രസിലെ തർക്കങ്ങളോ അതൊന്നും അല്ല ഏറ്റവും വലിയ വിഷയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് മാറുന്നു. എന്താണ് ഈ വാടക വീട് എന്ന് പറഞ്ഞാൽ അത്ര മോശമാണോ? വാടക വീട്ടിൽ എല്ലാ ആഡംബരങ്ങളോടും എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് അദ്ദേഹം മാറുന്നത്. പിന്നെ അദ്ദേഹത്തിന് കോട്ടകൾക്ക് സമാനമായ മാളികകൾ, വലിയ മാളികകൾ, മാളിക മന്ദിരങ്ങളൊക്കെ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും കേരളത്തിലുള്ള ജനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യോ പാവം എന്ന് വിചാരിച്ചിപ്പോൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു കഥ പറയട്ടെ. പണ്ട് ഒരു വള്ളക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് ജനങ്ങളെ കടത്ത് കയറ്റി വിടുന്ന ഒരു വള്ളക്കാരൻ. അയാൾക്കൊരു സ്വഭാവമുണ്ട്. അയാൾ കരയ്ക്കടുപ്പിക്കില്ല. കരയിൽ എത്തുന്നതിന് മുൻപ് മുട്ടൊപ്പം വെള്ളമാവുമ്പോഴേ ഈ യാത്രക്കാരെല്ലാം ഇറക്കി വിടും. അപ്പോൾ ഈ ഇറങ്ങിപ്പോകുന്നവർ എപ്പോഴും ഇയാളെ കുറ്റം പറയും, തെറി വിളിക്കും, ദുഷ്ടനെന്ന് വിളിക്കും. അങ്ങനെ അയാളുടെ ആ ഒരു പേര്, ദുഷ്ടനായ വള്ളക്കാരൻ എന്ന് അയാളുടെ മേലൊരു പേര് വീണു. ഇദ്ദേഹം കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ വള്ളക്കാരനാകുന്നു. അപ്പോൾ ഈ മകൻ്റെ മനസ്സിൽ അച്ഛൻ്റെ പേരിലുള്ള പേര് ദോഷം ഒന്ന് മാറ്റണം. അപ്പോൾ മകൻ എന്തു ചെയ്തു? അച്ഛൻ മുട്ടൊപ്പം വെള്ളത്തിൽ ആൾക്കാരെ ഇറക്കി വിടുമായിരുന്നുവെങ്കിൽ മകൻ അരയ്ക്കൊപ്പം വെള്ളം വെച്ച് ജനങ്ങളെ, യാത്രക്കാരെ ഇറങ്ങാൻ പറയുമായിരുന്നു. അപ്പോൾ ശരിക്കും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നവരെല്ലാം പറഞ്ഞു, ആ അച്ഛൻ എത്ര ഭേദമായിരുന്നു, ഇത് എന്തൊരു ദുഷ്ടനാണ്. അത് കേട്ട് ആ മകൻ സന്തോഷിക്കുന്നു. കാരണം തൻ്റെ അച്ഛൻ്റെ ആ ദുഷ്പേര് മാറിയല്ലോ എന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചൊല്ലി, അദ്ദേഹത്തിൻ്റെ ഭരണത്തെ ചൊല്ലിയൊക്കെ ഒരുപാട് വിവാദങ്ങളായ പല വിഷയങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് എതിർ അഭിപ്രായങ്ങളുള്ളവരുണ്ട്. അങ്ങനെ ഉള്ള ഒരു പേരുദോഷം, അദ്ദേഹത്തിൻ്റെ മേലുള്ള ഒരു പേരുദോഷത്തിന് പകരമായി അദ്ദേഹത്തിൻ്റെ മേലൊരു അനുകമ്പ ജനങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയുള്ള ചില തന്ത്രങ്ങളല്ലേ ഇത് എന്നാണ് ഇപ്പോൾ പൊതുവെ ഒരു ജനസംസാരം. ഞാൻ പറയുന്നതല്ല, അതുകൊണ്ടാരും എന്നെ ഉപദ്രവിക്കാൻ വരേണ്ട. ജനസംസാരം അതാണ്. വാടക വീട്ടിൽ താമസിക്കുന്നവർ എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, അതുപോലും ഇല്ലാത്തവർ എത്രയോ പേരുണ്ട്. മുഖ്യമന്ത്രി വാടക വീട്ടിൽ പോകുന്നത് ഇത്രയധികം ചർച്ച ചെയ്യേണ്ടത് എന്തിനാണ് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങളും ഒക്കെ ഒപ്പം നിന്ന് അദ്ദേഹം വാടക വീട്ടിലേക്ക് മാറുന്നു എന്ന് വലിയ വേദനയോടുകൂടി തന്നെയാണ് പറയുന്നത്. ശരിക്കും KG സെന്ററിൽ അദ്ദേഹത്തിന് അനുവദിച്ചിരുന്ന ആ ഒരു ഫ്ലാറ്റിലെ സൗകര്യം പോരാഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു ഇടത്തിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, അദ്ദേഹം സന്തുഷ്ടനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അരുമകളായ പശുക്കൾ ഇനി എങ്ങോട്ട് എന്ന ചോദ്യം എല്ലാവർക്കും ഉണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെയാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഫാമിലെ VVIPകളാണ് ഇനി അവ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ 7 പശുക്കളാണ് ഉണ്ടായിരുന്നത്. ഈ 7 പശുക്കളെയും തൃശൂർ പുത്തൂരിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലെ ഫാമിലേക്ക് 3 ദിവസം കൊണ്ടുപോയിട്ടുണ്ട്. KLBD ആണ് ക്ലിഫ് ഹൗസിലേക്ക് പശുക്കളെ നൽകിയത്. തിരികെ നൽകാൻ ക്ലിഫ് ഹൗസിൽ പശുക്കളുടെ ചുമതലയുള്ളവർ സന്നദ്ധത അറിയിച്ചതോടെയാണ് അവിടെ നിന്ന് ജീവനക്കാരെ തിരികെ കൊണ്ടുപോയത്. വെച്ചൂർ, ജേഴ്സി, ഹോൾസ്റ്റീൻ, സങ്കര ഇനത്തിൽപ്പെട്ടവയാണ് പശുക്കൾ. എന്തായാലും മുഖ്യമന്ത്രി താമസം മാറുന്ന വാടക വീട് എവിടെയാണെന്ന് കൂടി പറയാം. ബേക്കറി ജംഗ്ഷനിൽ റിസർവ് ബാങ്ക് ഉണ്ടല്ലോ, റിസർവ് ബാങ്കിന്റെ പിന്നിലുള്ള പാരിഷ് റോഡിൽ നിംസ് ആശുപത്രിക്ക് സമീപത്തെ വീട്ടിലേക്കാണ് അദ്ദേഹം മാറുന്നത്. ആശുപത്രി മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള വീട് 5 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തതാണ് എന്നാണ് വിവരം. 6ലധികം കാറുകൾ പാർക്ക് ചെയ്യാവുന്ന വിശാലമായ മുറ്റം ഉൾപ്പെടെയുള്ള ഇരുന്ന വീടാണ്. മകൾ വീണ, ചെറുമകൻ ഇഷാൻ, ഭാര്യ കമല, മരുമകനും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PA മുഹമ്മദ് റിയാസ് എന്നിവരും ഇവിടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും എന്നാണ് അറിവ്. എന്തായാലും അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ വാടക വീട്ടിലെ ജീവിതം സന്തോഷകരമായിരിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ന്യൂസ് ഡെസ്ക് കർമാൻസ്.